ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാവേ. അങ്ങനെ ഗംഗയുടെയും വിനീതിൻ്റെയും കല്യാണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് പോകാനായിട്ട് തുടങ്ങാം. പെട്ടെന്നാണ് അങ്ങോട്ട് സുജാതയും ഗീതയും കൂടി വരുന്നത്. അപ്പം അവരെ കാണുമ്പോൾ തന്നെ വിനീത് പെട്ടെന്ന് ഗംഗയുടെ കയ്യിൽ കയറി മുറുകെ പിടിക്കാൻ കേട്ടോ. ഗംഗയ്ക്ക് നല്ല പേടി തോന്നുന്നുണ്ടേ. അവിടേക്ക് വന്നു കഴിയുമ്പം സുജാത എല്ലാവരോടുമായിട്ട് പറയും, ആഹാ, നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും ഉണ്ടല്ലോ, കാര്യമായി എല്ലാവരോടുമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അല്ല, എൻ്റെ മകൻ വിനീത് ഇന്ന് മരിച്ചുപോയി. അത് കേൾക്കുന്ന വിനീത് ഞെട്ടിത്തെറിച്ച് നിൽക്കാം. അവൻ്റെ 16 അടിയന്തരം ചടങ്ങുകളൊക്കെ ഇന്നേക്ക് 16-ാം പൊക്കം എൻ്റെ വീട്ടിൽ നടത്തുന്നുണ്ട്. ചെറിയൊരു സദ്യയും ഞങ്ങൾ ഒരുക്കുന്നുണ്ട്. അപ്പം ഇനി പ്രത്യേകിച്ച് ഓരോരുത്തരുടെയും വീട്ടിൽ വന്ന് വിളിക്കേണ്ട കാര്യമില്ലല്ലോ. എല്ലാവരും 16-ാം പൊക്കം വീട്ടിലേക്ക് വന്നേക്കണം. വന്നു കഴിഞ്ഞാൽ സദ്യ കഴിച്ചിട്ട് പോകാം എന്ന് പറയാം. അമ്മ എന്തൊക്കെയായി പറയുന്നേ എന്ന് വിനീത് ചോദിക്കുക. അമ്മയോ? ആരുടെ അമ്മ? എനിക്കൊരു മകനുണ്ടായിരുന്നു. ആ മകൻ ഇന്ന് ഈ നിമിഷം മരിച്ചു വീണു. ഇനി എനിക്ക് ഒരു മകൾ മാത്രമേ ഉള്ളൂ. അതാ എൻ്റെ കൂടെ ഇവിടെ നിൽക്കുന്നേ. വഴി കൂടി പോകുന്ന ആൾക്കാരൊന്നും എന്നെ കയറി അമ്മയെന്ന് വിളിക്കാൻ ഈ സുജാത സമ്മതിക്കില്ല എന്ന് പറയാനുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും വിനീത് സങ്കടപ്പെട്ടുകൊണ്ട് പറയും, അമ്മേ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്നോട് ക്ഷമിക്കമ്മേ എന്ന് പറയാൻ കേട്ടോ. ഒരു തെറ്റും ചെയ്തിട്ടില്ല. പെറ്റ തള്ളയുടെ കണ്ണുനീരിന് അല്പമെങ്കിലും വില നൽകുന്നവനായിരുന്നു നീയെങ്കിൽ ഇവളുടെ കൈ പിടിച്ചുകൊണ്ട് എൻ്റെ മുന്നിൽ നീ വന്നിങ്ങനെ നിൽക്കില്ലായിരുന്നു വിനീതേ എന്ന് പറയാം. ഇനി എനിക്ക് നിന്നോട് ഒന്നും സംസാരിക്കാനില്ല. ഇപ്പം ഒരു കള്ളക്കല്യാണം നീ നടത്തിയില്ലേ, നിനക്ക് നിന്റെ ഇഷ്ടം പോലെ ജീവിക്കാം. അമ്മയുണ്ട്, പെങ്ങളുണ്ടെന്നും പറഞ്ഞ് ഇനി എൻ്റെ വീട്ടിലേക്ക് നീ കയറി വരരുത് എന്ന് പറയണേ. അപ്പം ഇത് കേൾക്കുന്ന കാവേരി പറയും, കള്ളക്കല്യാണോ? അപ്പച്ചി എന്തൊക്കെയാ ഈ പറയുന്നേ എന്ന് ചോദിക്കുക. ഈ നാട്ടുകാരറിയെ എല്ലാവരും കാണിക്കുക വിനീതേട്ടൻ ഗംഗേച്ചിയുടെ കഴുത്തിൽ താലി കെട്ടിയത്. ഓ, സ്വന്തം അമ്മയെയും പെങ്ങളെയും മറന്നിട്ട് അവൻ പോയി ഒരുത്തിയുടെ കഴുത്തിൽ താലി കെട്ടിയിട്ടുണ്ടെങ്കിലേ അത് ഞങ്ങളെ സംബന്ധിച്ച് കള്ളക്കല്യാണം തന്നെയാ എന്ന് പറയാം. ഒരിക്കൽ നിന്റെ വീട്ടില് ഇവന് വേണ്ടി ഇവളെ പെണ്ണ് ചോദിക്കാൻ ഞാൻ വന്നതൊന്നും മറന്നിട്ടില്ല. അന്ന് ഇവൾ എന്താ പറഞ്ഞത്? എൻ്റെ മകന് യോഗ്യത കുറവാ, വിദ്യാഭ്യാസമില്ല, നാട്ടിൻപുറത്തുകാരനാ എന്നൊക്കെ ആയിരുന്നല്ലോ. അന്ന് ഞാനും നിന്റെ വീട്ടുകാരും കൂടി ചേർന്നേ ഈ കല്യാണം നടത്തിയിരുന്നെങ്കിൽ അത് മുറ എന്ന് സുജാത വീണ്ടും പറയാം. ഇപ്പൊ ഈ നടന്നത് കള്ളക്കല്യാണോ? എന്താ അമ്മേ, ശരിയല്ലേ എന്ന് രാധമ്മയോട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പൊ രാധമ്മ മറുപടി ഇല്ലാതെ നിൽക്കുക. വിനീതെ, നീ ഇത് ഓർത്ത് വെച്ചോ. നിനക്ക് പട്ടി വില നൽകുന്ന കുടുംബത്തിൽ നിന്നാ നീ കല്യാണം കഴിച്ചിരിക്കുന്നത് എന്ന് ഗീതം പറയാ. കാലിലിട്ടിരിക്കുന്ന ചെരുപ്പിന്റെ വില പോലും നിനക്ക് അവർ തരില്ല. അപ്പോഴേ നീ അമ്മയും ചേച്ചിയും പറഞ്ഞത് ഓർക്കത്തുള്ളൂ എന്ന് പറയാം. ഓർത്താലും ഇല്ലെങ്കിലും ഞാൻ ചത്താൽ എൻ്റെ ശവം കാണാൻ പോലും നീ വന്നേക്കരുത് എന്ന് വിനീതിനോട് പറയാനിട്ട് സുജാത നീ എന്തൊക്കെയാടി ഈ പറയുന്നേ എന്ന് രാധമ്മ ചോദിക്കാം. ഇങ്ങനത്തെ കടുത്ത തീരുമാനങ്ങളൊക്കെ എടുക്കണോ? ഒന്നുമില്ലേലും നിന്റെ സ്വന്തം മകനും സ്വന്തം ഏട്ടൻ്റെ മോളും അല്ലേ. സുജാത വെറും വാക്ക് പറയാണെന്ന് അമ്മ കരുതിയോ? ഇന്നേക്ക് കൃത്യം 16-ാം ദിവസം ഇരിക്കപ്പിണ്ട വെക്കുമ്പോൾ അമ്മയ്ക്കും വരാം, എന്നിട്ട് ശാപ്പാടും കഴിച്ച് തിരിച്ചു പോകാം. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇത് കേൾക്കുമ്പം ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് രാധമ്മ. വാടി ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് ഗീതയുടെ കൈയും പിടിച്ചുകൊണ്ട് സുജാത അവിടെ നിന്ന് അങ്ങോട്ട് പോവാം. അപ്പം ഇത്രയും വലിയ കടുത്ത തീരുമാനമൊക്കെ തൻ്റെ അമ്മ എടുക്കുമെന്ന് വിനീത് കരുതിയിരുന്നില്ല. അമ്മേ എന്നും പറഞ്ഞ് വിനീത് വിളിക്കും. പക്ഷെ സുജാത കേൾക്കു പോലും ഇല്ല. അവിടെ നിന്ന് അങ്ങോട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് പോവാണേ. സമയം കല്യാണപ്പെണ്ണിനും ചെറുക്കനെയും കൂട്ടിയിട്ട് എല്ലാവരും കൂടി സ്നേഹതീരത്തേക്കാട്ടോ വരുന്നത്. നിവിൻ്റെ വണ്ടിയില അവരെല്ലാവരും കൂടി വരുന്നത്. അപ്പം രാധമ്മയും നമ്മുടെ ശാരദയും നേരത്തെ തന്നെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പം രാധമ്മ വന്നിട്ട് പറയും, ദേ അവരിങ്ങ് എത്തിയെന്നാ തോന്നുന്നത്. നീ പോയി നിലവിളക്കും ആരതിയും ഒക്കെ എടുത്തിട്ട് വാ. അവരെ ആരതി ഒഴിഞ്ഞ് നിലവിളക്കും എടുത്ത് അകത്തേക്ക് ക്ഷണിക്കാം എന്ന് പറയണേ. അപ്പോൾ വണ്ടി നിർത്തുമ്പം തന്നെ നമ്മുടെ വിനീത് ഇറങ്ങുക. അപ്പം നിവിൻ ഓടി വന്നിട്ട് പറയും, ഷോ കളഞ്ഞു, ഇങ്ങനൊന്നും അല്ല ഇറങ്ങേണ്ടിയിരുന്നത് എന്ന് പറയാം. ഡോർ തുറന്നു തരാനുള്ള അവസരം നീ പാഴാക്കി കളഞ്ഞല്ലേ. ഞാൻ ഡോർ തുറന്ന് തരില്ലായിരുന്നോ? എന്തിനാ അളിയ ഫോർമാലിറ്റീസ് ഒക്കെ? ഞാനിവിടെ പുതിയ ആളാ എന്ന് വിനീത് അപ്പം ചോദിക്കാണ് കേട്ടോ. അപ്പോൾ വണ്ടിയിൽ നിന്ന് നമ്മുടെ യമുനയും കാവേരിയും ഓരോരുത്തരായിട്ട് ഇറങ്ങുക. അപ്പം ഗംഗ മാത്രം ആകെ സങ്കടപ്പെട്ട് നിൽക്കുക. അപ്പം വിനീത് കൈ കൊടുക്കും കേട്ടോ ഇറങ്ങി വരാനായിട്ട്. പക്ഷേ ഗംഗ വിനീതിൻ്റെ കൈകളിൽ പിടിക്കത്തില്ല, തനിയെ അങ്ങോട്ട് ഇറങ്ങി വരുവാണേ. എന്തിനാ അളിയ ഫോർമാലിറ്റി എന്ന് നിവിൻ ചോദിക്കുക. ഗംഗ ഇത് ഇവിടെ പുതിയ ആളാ, അത് പിന്നെ ഗംഗ കണ്ടില്ലെന്ന് തോന്നുന്നു എന്ന് അപ്പം നമ്മുടെ ചമ്മി നാറ നിൽക്കുന്ന വിനീത് പറയേ. ഗംഗേച്ചി നിൽക്ക്, ഇങ്ങനെ കയറി പോവല്ലേ എന്ന് കാവേരി പെട്ടെന്ന് പറയൂട്ടോ. കല്യാണം കഴിച്ചതല്ലേ, എല്ലാവരും ഒരുമിച്ചാണ് കയറി പോകേണ്ടത് എന്ന് കാവേരി പറയാം. അപ്പം ഗംഗയുടെ അടുത്തേക്ക് വിനീത് വരിക. ഇനി പോകാം, രണ്ടുപേരും കൂടി ഒരുമിച്ച് വേണം നടക്കാൻ. നിക്ക് എന്നും പറഞ്ഞുകൊണ്ട് നിവിൻ മുന്നിൽ കയറി നിൽക്കുക. എല്ലാവരും ചേർന്ന് നിന്നേ, ഞാൻ വീഡിയോ എടുക്കട്ടെ, നിക്ക് എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അവരെല്ലാവരും കൂടി സന്തോഷത്തോടു കൂടി സ്നേഹതീരത്തിൻ്റെ പടി കയറി.
പക്ഷെ ഗംഗയുടെ മുഖത്ത് മാത്രം പൂർണ്ണ അസംതൃപ്തി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു സന്തോഷവും ഇല്ലേ. കല്യാണം കഴിക്കാൻ നേരത്ത് വിനീത് വന്നപ്പോഴുണ്ടായ സന്തോഷമൊന്നും ഇപ്പം നമ്മുടെ ഗംഗയുടെ മുഖത്തില്ല കേട്ടോ. അപ്പം ഇതെല്ലാം നമ്മുടെ നിവിൻ വീഡിയോ എടുക്കുന്നുമുണ്ട്. അപ്പോഴത്തേക്കും പെട്ടെന്ന് ഇതെല്ലാം കാണുന്ന രാധമ്മ പറയും, ഇനി എനിക്ക് അരവിന്ദിൻ്റെ അടുത്തേക്ക് പോയാലും വേണ്ടില്ല, ഗംഗയുടെയും വിനീതിൻ്റെയും കല്യാണം കഴിഞ്ഞ് കാണാൻ അത്രയേറെ ഞാൻ ആഗ്രഹിച്ചതാ. അമ്മ എന്തൊക്കെയായി പറയുന്നേ? കത്തിച്ച നിലവിളക്കിന് മുന്നിൽ വെച്ചിട്ടാണോ ഇങ്ങനത്തെ വർത്താനമൊക്കെ പറയുന്നേ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പം നിലവിളക്കും പിടിച്ച് ശാരദ നിൽക്കുകയാണ്. അവരങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും ശാരദ പറയും, ദാ മോളെ, ഈ നിലവിളക്ക് പിടിച്ചകത്തേക്ക് കയറ്, എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകും എന്ന് പറയാം. അപ്പം പെട്ടെന്ന് നമ്മുടെ ഗംഗയുടെ മനസ്സിലേക്ക് വരുന്ന വാക്കുകൾ ഇതാണ് കേട്ടോ. ജനിച്ചപ്പം മുതൽ ഞാൻ കാണുന്നതാ ഈ കുന്നും മലയും ഒക്കെ. ഇതൊക്കെ കടന്ന് എനിക്ക് പറക്കണം അച്ഛാ. എനിക്ക് വേറെ നാടുകൾ കാണണം, പുതിയ ബന്ധങ്ങൾ ഉണ്ടാകണം, പുതിയ ആൾക്കാരെ പരിചയപ്പെടണം. കല്യാണം കഴിഞ്ഞാൽ പുതിയൊരു ജീവിതം എനിക്ക് വേണം അച്ഛാ. ഇതുവരെയും കാണാത്ത ഒരു വീട്ടിലും നാട്ടിലും ഒക്കെ ഉണ്ടാകുന്ന പുതിയൊരു ലോകത്തിൽ സന്തോഷത്തോടെ എനിക്ക് കഴിയണം അച്ഛാ എന്ന് തൻ്റെ അച്ഛനോട് തൻ്റെ ആഗ്രഹങ്ങൾ പറഞ്ഞതാണ് ഗംഗയുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ മോൾ എന്താ ആലോചിക്കുന്നത് എന്ന് ശാരദ പറയാം. ഇത് മേടിക്കും മോളെ എന്ന് വീണ്ടും പറയാൻ കേട്ടോ. പെട്ടെന്ന് തൻ്റെ ആലോചനകൾ വിട്ടിട്ട് ഗംഗ ആ നിലവിളക്ക് തൻ്റെ കയ്യിൽ മേടിക്കുകയാണ്. അപ്പം ഇതെല്ലാം വീഡിയോ പിടിക്കുന്നുണ്ട് തൊട്ടടുത്ത് നിന്ന് നിവിനും. വീട്ടിലെല്ലാവർക്കും സന്തോഷം തന്നെയാണ് കേട്ടോ. വിനീതിനും സന്തോഷമാണ്. വലതുകാല് വെച്ച് കയറുമോളെ എന്ന് രാധമ്മ അപ്പം പറയാൻ കേട്ടോ. അങ്ങനെ ഗംഗ സ്വന്തം വീടിൻ്റെ മരുമകളായി കയറുകയാണ് കേട്ടോ അകത്തേക്ക്. പിന്നാലെ തന്നെ നമ്മുടെ വിനീതും കയറി പോവുകയാണേ. ഇതേ സമയം ഗംഗയുടെ മനസ്സിലേക്ക് തങ്ങളുടെ അച്ഛൻ തന്നെയും വിനീതേട്ടനെയും ചേർത്ത് നിർത്തിക്കൊണ്ട് തങ്ങൾക്ക് കൈനീട്ടം നൽകിയതായിട്ട് താൻ സ്വപ്നം കണ്ട കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഗംഗയുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഇതെല്ലാം ഗംഗ അവിടെ നിന്ന് ചിന്തിക്കുകയാണ്. അപ്പം വിനീതും ഇതേ സമയം തൻ്റെ അമ്മാവനും ഒത്തുള്ള നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പം അമ്മാവനോട് താൻ ഒരു കാര്യം പറഞ്ഞതൊക്കെയാണ് ചിന്തിക്കുന്നത്. അമ്മാവൻ ഈ ലോകത്ത് എന്ത് കാര്യം ചെയ്താലും അതിലൊക്കെ ഒരു കാരണമുണ്ടാകും. അമ്മാവൻ എന്ത് ചെയ്യുന്നത് എൻ്റെ ഒരു നന്മ കൂടി കാണും എന്ന് പറയും. എൻ്റെ നന്മയെ അമ്മാവൻ എന്നോട് ചെയ്യൂ എന്ന് വിനീത് അരവിന്ദനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഓർമ്മ വരുന്നത്. അപ്പം അരവിന്ദൻ തിരിച്ചു പറയുന്നത് കേൾക്കും, മോനെ, ഇത്രയും കാലം നീ ഈ കുടുംബത്തോടൊപ്പം എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ എല്ലാ കാലവും ഉണ്ടാകണം ഉറപ്പായും എന്ന് തൻ്റെ അമ്മാവന് വിനീത് കൊടുത്ത വാക്കുകളാണ് കേട്ടോ വിനീതിൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും അരവിന്ദൻ്റെതായ പല പല ഓർമ്മകളിലൂടെ കടന്നു പോകുക. ഇതേ സമയം യമുന ഗംഗയോട് പറഞ്ഞ കാര്യങ്ങളും മനസ്സിലേക്ക് കടന്നു വരികയാണ്. ഗംഗേച്ചിക്ക് കല്യാണത്തെക്കുറിച്ച് എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു എന്ന് പറഞ്ഞ കാര്യങ്ങൾ. അപ്പം താൻ കൊടുത്ത മറുപടിയും അതൊക്കെ അച്ഛൻ ഉള്ളപ്പോഴല്ലേ. അച്ഛൻ പോയതോടുകൂടി എൻ്റെ സ്വപ്നങ്ങളും അവിടെ അവസാനിച്ചു. എൻ്റെ മനസ്സിലെ സ്വപ്നങ്ങളും സന്തോഷങ്ങളും ഒക്കെ തൂത്തു വാരിക്കൊണ്ട അച്ഛൻ ഇവിടുന്ന് പോയത് എന്ന് താൻ തൻ്റെ അനിയത്തിമാരോട് പറഞ്ഞ കാര്യങ്ങളും ഒക്കെ ഗംഗയുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ് കേട്ടോ. തനിക്ക് വിനീതേട്ടനൊത്ത് ഒരു ജീവിതം അത് ശരിയാകുമോ എന്ന് വീണ്ടും വീണ്ടും ഗംഗ ചിന്തിക്കുക. താൻ ആഗ്രഹിക്കാത്ത സ്വപ്നം കാണാത്ത ഒരു ജീവിതമാണ് തനിക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ ജീവിതത്തിൽ താൻ സന്തുഷ്ടിയാകുമോ എന്നൊക്കെയുള്ള ചിന്തകൾ കടന്നു വരുവാണ്. അപ്പം അച്ഛൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്ന് കരയുക. അപ്പം പെട്ടെന്ന് രാധമ്മയും അവിടെ നിന്ന് കരയാണ് കേട്ടോ. അമ്മ എന്തിനാ കരയുന്നത്? അമ്മ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച നിമിഷമല്ലേ ഇത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് എന്തിനാ കരയുന്നത് എന്ന് ശാരദ ചോദിക്കുക. അരവിന്ദ് ഇല്ലാതെ പോയല്ലോ, അതൊന്നും ആലോചിച്ചപ്പം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടി ശാരദേ. എൻ്റെ മോൻ എന്തുമാത്രം സ്വപ്നം കണ്ട നിമിഷം ഇതെന്ന് എനിക്കറിയാം എന്ന് പറയാൻ കേട്ടോ. അപ്പം രാധമ്മയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ശാരദ ചേർത്ത് നിർത്തും. അപ്പം പെട്ടെന്ന് കാവേരി പറയും, അച്ഛമ്മിങ്ങ് വന്നേ ബാ എന്ന് പറഞ്ഞ് കാവേരിയും ശാരദയും കൂടി നമ്മുടെ രാധമ്മയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവാണ്. പെട്ടെന്ന് നിവിൻ്റെ ഫോൺ ബെല്ലടിക്കുക. അപ്പം നിവിനും കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് പുറത്തേക്ക് പോകാം. അപ്പം അച്ഛമ്മയുടെ ഒക്കെ പിന്നാലെ നമ്മുടെ വിനീതും പോവാണ് കേട്ടോ. ഗംഗ മാത്രം ആ ഹാളിൽ തനിയെ ഇങ്ങനെ നിൽക്കുകയാണ്. അവൾ വീണ്ടും തൻ്റെ അച്ഛൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി ഓരോരോ കാര്യങ്ങൾ ചിന്തിച്ച് നിൽക്കുക. തനിക്ക് ഈ ജീവിതവുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റുമോ എന്നൊക്കെ വീണ്ടും വീണ്ടും ഗംഗ മനസ്സ് ചിന്തിക്കുകയാണ് കേട്ടോ. അതിനുശേഷം അവർക്ക് പിന്നാലെ പോവാണേ. അപ്പം രാധമ്മയും ശാരദയും കൂടി ഗംഗേനെയും വിനീതിനെയും അടുത്ത് പിടിച്ചിരുത്തുക. രാധമ്മയുടെ സങ്കടമൊക്കെ മാറിയിട്ടുണ്ട്. നമ്മുടെ വിനീത് നല്ല സന്തോഷത്തിൽ തന്നെയാണ്. ഒരുപാട് താൻ ആഗ്രഹിച്ച പെൺകുട്ടിയെ തന്നെ തൻ്റെ ഭാര്യയായിട്ട് കിട്ടിയ നിമിഷങ്ങളാണ്. അപ്പം രാധമ്മ പറയും, കല്യാണം കഴിഞ്ഞാൽ പിന്നെ സുജാതയ്ക്ക് എതിർപ്പൊന്നും ഉണ്ടാകില്ല എന്നാണ് ഞാൻ കരുതിയത്.
അമ്മ പ്രസവിച്ച മോളുടെ സ്വഭാവം അമ്മയ്ക്കറിയില്ലേ എന്ന് ശാരദ ചോദിക്കുക. അതെ സുജാത ഇത് അംഗീകരിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാകും, 1-2 ദിവസം, അത് കഴിയുമ്പോഴത്തേക്കും അമ്മയുടെ ദേഷ്യമൊക്കെ തണുത്തുറയും എന്ന് വിനീത് പറയാം. അത് കഴിയുമ്പം ഞങ്ങളൊരു വീട്ടിലേക്ക് മാറിക്കോളാം, ഒരു വാടക വീട് എടുക്കാം എന്ന് പറയാം. അതെന്തിനാ, ഇവിടെ ഇത്രയും നല്ലൊരു ഹോം സ്റ്റേ ഉള്ളപ്പം വെറുതെ എന്തിനാ നിങ്ങൾ അങ്ങോട്ട് പോകുന്നത്? താമസിക്കാൻ ആളില്ലാത്തത് കൊണ്ട് റൂമുകളൊക്കെ വെറുതെ കിടക്കുക. എന്നാലും അങ്ങനെ അല്ലല്ലോ അമ്മായി, വിനീത് ഇവിടെ പുതിയ ആളൊന്നും അല്ലല്ലോ, പിന്നെന്താ ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കുക. നിന്റെ അമ്മ എന്ത് കരുതുമെന്ന് കരുതിയിട്ടാണോടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവൾ ഇനി എന്താ പറയാനും പ്രവർത്തിക്കാനും ഉള്ളത്? അതൊക്കെ നീ വിട്ടേക്ക്. അതും ആലോചിച്ചിരുന്ന നിനക്ക് സങ്കടപ്പെടാനേ നേരം കാണൂ എന്ന് രാധമ്മ പറയാം. പിന്നെ പെൺകുട്ടികൾ മാത്രമുള്ള വീടല്ലേ ഇത്? നീ ഇവിടെ താമസിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കൊരു സുരക്ഷയാ, അതുകൊണ്ട് നീ ഇവിടെ തന്നെ താമസിക്കടാ എന്ന് രാധമ്മ നിർബന്ധിക്കുക. ഇവിടെ തന്നെ താമസിക്ക് വിനീതേട്ടാ, എങ്ങോട്ടും പോകണ്ട എന്ന് നമ്മുടെ നിളയും പറയാൻ കേട്ടോ. നോക്കട്ടെ മോളെ എന്ന് അപ്പോൾ വിനീത് മറുപടി പറയാം. അപ്പം നിവിൻ പറയും, എന്നാൽ പിന്നെ ഞാൻ കൂടി വരട്ടെ മുത്തശ്ശി, സുരക്ഷ ഡബിൾ ആകും എന്ന് നിവിൻ പറയാം. അപ്പം അത് കേൾക്കുന്ന നമ്മുടെ രാധമ്മ ചിരിക്കുകയാണ് കേട്ടോ. എന്താ ആരും ഒരു മറുപടി പറയാത്തത്? അപ്പം കാവേരി ആണെങ്കിൽ ഒരു കള്ളക്കണ്ണിട്ട് നോക്കുവാണേ നിവിനെ. പെട്ടെന്ന് നമ്മുടെ യമുനയാണെങ്കിൽ കുറച്ച് പഴങ്ങളും പാലും ഒക്കെ ആയിട്ട് വിനീതിൻ്റെ ഗംഗയുടെ മുന്നിലുള്ള ടേബിളിൽ കൊണ്ട് വെൽക്കാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ഒരു കുറവ് വേണ്ട, മധുരം കഴിക്കും മക്കളെ എന്ന് അന്നേരം പെട്ടെന്ന് ശാരദ പറയാണ്. വിനീതാണെങ്കിൽ അവിടെ കൊണ്ടുവച്ച പാലിൽ നിന്ന് കുറച്ചെടുത്ത് കുടിക്കുക. വിനീത് എല്ലാ ചടങ്ങുകളും സന്തോഷത്തോടു കൂടി ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് കുടിച്ചതിന് ശേഷം ഗംഗയ്ക്ക് നേരെ ഗ്ലാസ് നീട്ടുകയാണ്. പക്ഷെ നമ്മുടെ ഗംഗ ഈ ലോകത്തൊന്നുമല്ല, അവൾ എന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗംഗ ഗ്ലാസ് മേടിക്കാതിരിക്കുമ്പം എല്ലാവരും ഗംഗയെ തന്നെ നോക്കി നിൽക്കുക. അപ്പം വിനീതാണെങ്കിൽ ഗംഗ ഇപ്പം ഗ്ലാസ് മേടിക്കും എന്നുള്ള രീതിയിൽ പിടിച്ചു നിൽക്കുക. അപ്പം ഗംഗേച്ചി എന്നും പറഞ്ഞുകൊണ്ട് കാവേരി പെട്ടെന്ന് ഗംഗയെ വിളിക്കൂ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഗംഗ ബോധത്തിലേക്ക് വരുന്നത് വിനീതിൻ്റെ കയ്യിൽ നിന്ന് ആ ഗ്ലാസ് ഗംഗ മേടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് വിനീത് കുടിച്ച പാലിൻ്റെ ബാക്കി ഗംഗയും കുറച്ച് കുടിക്കുവാണ്. ഗംഗയുടെ ഈ നിസ്സംഗഭാവം വീട്ടിലെല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് കേട്ടോ. പക്ഷേ അവരാരും അത് കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല. വിനീത് ഒരുപാട് സന്തോഷത്തോടു കൂടി പഴം കഴിച്ചതിന് ശേഷം അതിൻ്റെയും ബാക്കി ഗംഗയ്ക്ക് നേരെ നീട്ടുവാണേ. അപ്പോൾ ഗംഗയാണെങ്കിൽ എല്ലാവരും എന്ത് കരുതുമെന്ന് കരുതി ആ പഴവും ബാക്കി മേടിച്ച് കഴിക്കുകയാണ് കേട്ടോ. അപ്പം എല്ലാവരും ഇതൊക്കെ നോക്കി സന്തോഷത്തോടു കൂടി നിൽക്കുകയാണേ. ഇനി നിങ്ങളുടെ ഒരു ഫാമിലി ഫോട്ടോ ആയിക്കോട്ടെ, നിങ്ങളെല്ലാവരും ചേർന്ന് നിന്നേ, ഞാൻ തന്നെ എടുക്കാം എന്നും പറഞ്ഞ് നിവിൻ അവൻ്റെ ഫോണിൽ അവരെല്ലാവരും കൂടി ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ എടുക്കുക. അതിനുശേഷം കാവേരിയുടെയും യമുനയുടെയും എല്ലാവരുടെയും ചേർന്നുള്ള ഫോട്ടോയും പിന്നീട് നമ്മുടെ ഗംഗയും വിനീതും തമ്മിലുള്ള ഫോട്ടോയും ഒക്കെ എടുക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് ഗംഗ പറയും, അമ്മേ എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഞാനൊന്ന് കിടന്നോട്ടെ എന്ന് പറയാം. എന്നാൽ മോള് വാ, ഇതൊക്കെ അമ്മ അഴിക്കാൻ സഹായിക്കാം എന്ന് പറഞ്ഞ് ഗംഗയെ കൂട്ടിക്കൊണ്ട് പോവുക. പെട്ടെന്ന് നിവിൻ പറയും, എടാ എന്നാൽ പിന്നെ ഞാനും ഇറങ്ങിക്കോട്ടെ എന്ന് വിനീതിനോട് ചോദിക്കാം. കാവേരി പറയും, ഒരു മിനിറ്റ്, ആ എടുത്ത ഫോട്ടോകളൊക്കെ ഒന്ന് നോക്കണം എന്ന് പറയാം. അപ്പം നമ്മുടെ നിവിൻ്റെ ഫോണ് കാവേരിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണേ. കാവേരി നിവിനെടുത്ത ഓരോരോ ഫോട്ടോകളായിട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ രാധമ്മ നിവിനോട് പറയാം, മോന് ഈ കുടുംബത്തിൻ്റെ ഒരാളായി ചേർന്ന് നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്തു. ഇതിന് പകരമായിട്ട് മോന് ഞങ്ങൾ എന്താ ചെയ്തു തരേണ്ടത് എന്ന് ചോദിക്കാം. എന്നെ വിനീതിനെ പോലെ തന്നെ കണ്ടാൽ മതി, ഇപ്പോൾ ഒന്നും ചെയ്തു തരണ്ട, വേണ്ടപ്പം ഞാൻ പറഞ്ഞോളാം എന്ന് നിവിൻ പറയാം. എന്താ മോനെ, എന്തെങ്കിലും പറയാനുണ്ടോ? അതൊക്കെ സർപ്രൈസ് ആയിക്കോട്ടെ മുത്തശ്ശി എന്ന് നിവിനപ്പോൾ പറയാം. എന്താടാ, എന്താണെങ്കിലും പറ, ഇപ്പം തന്നെ ചെയ്തു തരാം എന്ന് വിനീതും പറയാം. വേണ്ടു ബ്രോ, ഞാൻ സമയമാകുമ്പോൾ പറയാം എന്ന് നിവിനപ്പോൾ പറയാം. ഓ ആയിക്കോട്ടെ എന്ന് വിനീത് അപ്പോൾ പറയണേ. എന്നിട്ട് നിവിൻ നമ്മുടെ കാവേരി ഒന്ന് നോക്കുവാണ് കേട്ടോ. കാവേരി ഓരോരോ ഫോട്ടോകളായിട്ട് നോക്കുവാണേ. പെട്ടെന്ന് ഗംഗയുടെ ഫോട്ടോ സൂം ചെയ്ത് കാവേരി ശ്രദ്ധിക്കുക. ഗംഗേച്ചിയുടെ മുഖത്ത് ഒരു ചിരിയോ സന്തോഷമോ ഒന്നുമില്ലെന്ന് കാവേരിക്കും ബോധ്യപ്പെടുകയാണ് കേട്ടോ. അതേസമയം അതിന് ഗംഗയുടെ ഫോട്ടോയ്ക്ക് അടുത്തിരിക്കുന്ന വിനീതിൻ്റെ ഫോട്ടോയും കാവേരി സൂം ചെയ്ത് നോക്കുക. പക്ഷേ വിനീതിൻ്റെ മുഖത്ത് നല്ല ചിരിയും സന്തോഷവും ഒക്കെ ഉണ്ട്. ഇത് ശരിയാകുമോ എന്നൊരു ചിന്ത കാവേരിയുടെ മനസ്സിലേക്കും കടന്ന് വരികയാണ് കേട്ടോ. അതിനുശേഷം മറ്റു ഫോട്ടോകളും കാവേരി ഇങ്ങനെ സൂം ചെയ്ത് നോക്കുവാണേ. അപ്പോൾ കാവേരിയുടെ മുഖത്ത് മാറിയ ഭാവമൊക്കെ നമ്മുടെ നിവിൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഒന്നും ചോദിക്കുന്നില്ല. ഇതേ സമയം രാത്രിയായപ്പം നമ്മുടെ കാവേരിയെ കൂട്ടിക്കൊണ്ട് ശാരദ പുറത്തേക്ക് പോവാ. അമ്മേ, എന്താ അമ്മേ, കയ്യെന്ന് വിട്, ഒരു കാര്യം ചോദിക്കാനായിട്ട് വന്നതാ. എന്താ അമ്മേ, എന്ത് കാര്യം ചോദിക്കാൻ എന്ന്
കാവേരി ചോദിക്കുക. എടി ഗംഗയ്ക്ക് എങ്ങനെയുണ്ട് എന്ന് ശാരദ ചോദിക്കുക. ഓ, ഇപ്പം കൂടി നമ്മൾ ഗംഗേച്ചിയുടെ അടുത്ത് നല്ല വരുന്നേ, അതിനിടയ്ക്ക് ഗംഗേച്ചിക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കാൻ ഗംഗേച്ചി എന്താ പനി പിടിച്ച് കിടക്കുകയാണോ എന്ന് കാവേരി ചോദിക്കുക. എടി അവൾക്ക് ഈ കല്യാണം ഇഷ്ടമായോ എന്ന്. കൊള്ളാം, ഇപ്പോഴാണോ അമ്മയ്ക്ക് ചോദിക്കാൻ സമയം കിട്ടിയത് എന്ന് കാവേരി അപ്പം ശാരദയോട് ചോദിക്കേ. അപ്പം കാവേരി പറയും, ഗംഗേച്ചിയുടെ മുഖത്തുനിന്ന് എനിക്കൊന്നും വായിച്ചെടുക്കാൻ പറ്റുന്നില്ല. കല്യാണം കഴിഞ്ഞ ശേഷം ഗംഗ ചേച്ചി അധികം സംസാരിക്കുന്നുമില്ല. ആണോ? ഷോ, ഇത് പ്രശ്നമാകുമോ എന്ന് ചോദിക്കുക. എടി നീ ഇവിടെ വന്ന് നിൽക്കുവാണോ എന്ന് ചോദിച്ചുകൊണ്ട് രാധമ്മ അപ്പം അങ്ങോട്ട് വരികയാണ് കേട്ടോ. എന്താ അമ്മേ, എന്താ കാര്യം എന്ന് അപ്പം ശാരദ ചോദിക്കുകയാണേ. അപ്പം രാധമ്മ ശാരദയുടെ അടുത്തേക്ക് വരിക. എന്താ അമ്മ എന്താ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ? എത്ര ദിവസമായിട്ടുള്ള മെനക്കേട് ഉറക്കവും ഒഴുപ്പുമാണെന്ന് അറിയോ? ഇപ്പം കല്യാണം കഴിഞ്ഞില്ലേ, ഇനിയെങ്കിലും മനസ്സമാധാനമായിട്ട് എവിടെയെങ്കിലും പോയി ഒന്ന് നിന്നോട്ടെ ഞാൻ എന്ന് പറയാം. കല്യാണം കഴിഞ്ഞെന്നോ? ഇനിയല്ലേ പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെ എന്ന് രാധമ്മ പറയാം. ഇനി എന്ത് ചടങ്ങുള്ളേ? ഓ കാവേരി, നീ അകത്ത് പോ, ഞങ്ങൾക്ക് ഇച്ചിരി സംസാരിക്കാനുണ്ട്. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് കാവേരി ഒരു കള്ളച്ചിരി ചിരിക്കുക. അമ്മ ഏത് ചടങ്ങിൻ്റെ കാര്യമായി പറയുന്നേ എന്ന് ശാരദ ചോദിക്കുക. കാവേരി അവിടെ നിന്നോട്ടെ, എനിക്ക് അവളോട് ഇച്ചിരി സംസാരിക്കാനുണ്ട്. ഞാൻ അവളോട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുമായിരുന്നു. ഇതാ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് രാധമ്മ പറയാം. എന്നാൽ കാവേരി കൂടി കേൾക്കട്ടെ. ഓ, ഇവളെപ്പോലൊരു മണ്ടി എന്ന് രാധമ്മ പറയാ. ഫസ്റ്റ് നൈറ്റിന്റെ കാര്യമാ അച്ഛമ്മ ഈ പറയുന്നത്, എൻ്റെ പൊന്നമ്മേ എന്ന് കാവേരി അപ്പം പറയാം. എടി നിന്നോട് ഞാൻ ചോദിച്ചോടി, കയറിപ്പോടി അകത്ത് എന്ന് പറയാം. ചോദിക്കാതെ തന്നെ ഇതൊക്കെ എനിക്കറിയാം. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ആർക്കാ ഇതൊക്കെ അറിയാത്തത്? അപ്പം പറ ശാരദ, എവിടെ ഒരുക്കേണ്ടത്? എന്ത് എന്നപ്പോൾ ശാരദ ചോദിക്കുക. ഏത് റൂമിലാണെന്ന്, എന്താണെന്ന് അമ്മ എന്താണെന്ന് വെച്ച് തെളിച്ച് പറ. എൻ്റെ പൊന്നമ്മേ, ഫസ്റ്റ് നൈറ്റ് ഏത് റൂമിലാണെന്ന് അച്ഛമ്മ ചോദിക്കുന്നത് എന്ന് കാവേരി പറയും. അതോ, ഇവക്ക് ഇച്ചിരി കാര്യവിവരം കൂടുതലാണല്ലോ എന്ന് അപ്പം ശാരദ തന്നെ പറയാ. കയറിപ്പോടി അകത്ത്. വേണ്ട, അവൾ അവിടെ നിന്നോട്ടെ ശാരദേ, നിന്നെക്കാ ഭേദവാ. ഞാൻ എന്തെങ്കിലും പറഞ്ഞാലേ അവക്കെങ്കിലും മനസ്സിലാകുന്നുണ്ട്. ഏത് റൂമാ ഒരുക്കേണ്ടതെന്ന്? ഓ, അതിപ്പം വേറെ റൂം എന്തിനാ, ഗംഗയുടെ റൂമിൽ തന്നെ ആയിക്കോട്ടെ. അവിടെയല്ല ഞങ്ങളും കിടക്കുന്നേ, ഞങ്ങൾ പിന്നെ ഇവിടെ പോയി കിടക്കും എന്ന് കാവേരി ചോദിക്കുക. ഓ എന്നാലൊരു കാര്യം ചെയ്യുക, ഹോം സ്റ്റേക്ക് വേണ്ടി 2 റൂം ഒരുക്കിയിട്ടിട്ടുണ്ടല്ലോ, അതിൽ പറഞ്ഞാൽ അവരെടുക്കട്ടെ. അത് ഉഗ്രൻ ഐഡിയ. അതാകുമ്പോൾ ഹോട്ടൽ റൂം പോലെ വൃത്തിയായിട്ട് കിടക്കുന്നുണ്ട് എന്ന് കാവേരി പറയും. എന്നാൽ നീ ചെന്ന് വിനീതിനെ അങ്ങോട്ട് പറഞ്ഞു വിട് എന്ന് രാധമ്മ പറയും. അച്ഛമ്മേ, ഞാനെങ്ങനെ ഇതൊക്കെ ചെയ്യുന്നേ? വിനീതേട്ടാ വാ, നമുക്ക് ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാം എന്നും പറഞ്ഞ് വിളിച്ചോണ്ട് പോവോ? ഇല്ലില്ല, ഞാൻ അനീത്യ എന്നാൽ ഞാൻ വിളിച്ചോളാം. നീ ഗംഗയെ ആ റൂമിലേക്ക് പറഞ്ഞു വിടുക, അത് നിനക്ക് കുഴപ്പമില്ലല്ലോ. അത് വേണമെങ്കിൽ ഞാൻ ചെയ്യാം എന്ന് കാവേരി അപ്പം പറയേ. ശരി, ഞാൻ മറ്റു കാര്യങ്ങളൊക്കെ നോക്കട്ടെ. ഇനിയിപ്പോൾ എന്ത് മറ്റു കാര്യങ്ങളാ അമ്മേ എന്നപ്പോൾ ശാരദ ചോദിക്കാം. എൻ്റെ പൊന്നമ്മേ, ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ഫസ്റ്റ് നൈറ്റിൽ വരന് കൊടുക്കാൻ വധു പാലും പഴവും ഒക്കെ ആയിട്ട് പോകുന്നത്? അതൊക്കെ സെറ്റ് ചെയ്യണ്ടേ? യു ഫൂൾ, അത്രേ നീയൊക്കെ എത്തിയിട്ടുള്ളൂ എന്ന് രാധമ്മ അപ്പം പറയും. വേറെ വെറൈറ്റി സംഭവങ്ങളൊക്കെ ബാക്കി കിടക്കല്ലേ എന്ന് രാധമ്മ പറയാം. ഇനിയും വെറൈറ്റി സംഭവങ്ങളോ എന്ന് അപ്പം നമ്മുടെ കാവേരി ചോദിക്കേ. ഈ അച്ഛമ്മ ഭയങ്കര ബിൽഡപ്പ് ഇടുന്നുണ്ടല്ലോ, അച്ഛമ്മ പുലിയാണല്ലോ അമ്മേ എന്ന് ചോദിക്കാം. പുലിയല്ല, പുപ്പുലി എന്ന് ശാരദ പറയാം. എൻ്റെ ആദ്യ രാത്രി കുളവാക്കാൻ ഈ പുലി എന്തൊക്കെയാണ് ചെയ്തതെന്ന് അറിയാവോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഞങ്ങൾ കിടക്കുന്ന കട്ടിലിൻ്റെ അടിയിൽ അച്ചമ്മ വന്ന് കിടന്നു കളഞ്ഞെന്നേ. ആണോ ശരിക്കും എന്ന് കാവേരി ചോദിക്കും. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പം കട്ടിലിനടിയിൽ നിന്നൊരു ശബ്ദം. അരവിന്ദ, എനിക്കിവിടെ മനസ്സമാധാനമായിട്ട് കിടന്നുറങ്ങണമെന്ന്. എപ്പോഴാമേ അച്ഛമ്മ അങ്ങനെ പറഞ്ഞത്? അതെ എന്നും പറഞ്ഞ് ശാരദ കാവേരിയോടെല്ലാം പറഞ്ഞു തുടങ്ങുവാണ്. അയ്യേ പോടി ഒന്ന്, നിനക്കിതെല്ലാം അറിയണമല്ലേ? അമ്മയുടെ അച്ഛൻ്റെ ഫസ്റ്റ് നൈറ്റ് കഥ കേൾക്കാൻ വന്നിരിക്കുക അവള് എന്ന് പറയണം കേട്ടോ. അങ്ങനെ സ്നേഹതീരത്ത് എല്ലാവരും സന്തോഷത്തിൽ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി തന്നെ അറിയിക്കും.